ബിഗ് ബോസ് സീസൺ 7 മലയാളം അടുത്തൊരു കിഡിലൻ എപ്പിസോഡ് പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒനീലിൻ്റെ ഇഷ്യൂ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളത്. എൻ്റെ പൊന്നോ, ഒന്നൊന്നര പ്രൊമോ ആണ് കേട്ടോ. നാളത്തെ എപ്പിസോഡിലും സ്പെഷ്യൽ നമ്മുടെ ലക്ഷ്മി ഫ്രൈ തന്നെ ആയിരിക്കും കേട്ടോ. ലക്ഷ്മിക്ക് മൊത്തത്തിൽ നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. പ്രേക്ഷകരുടെ ഇടയിലാണെങ്കിലും ബിഗ് ബോസ് വീട്ടിലാണെങ്കിലും ഫുൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ലക്ഷ്മി എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു ഗെയിം സ്ട്രാറ്റജി പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. എല്ലാവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് മാത്രമാണ് പുള്ളിക്കാരിയുടെ ഒരു ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് പുള്ളിക്കാരി ഫോക്കസ് ചെയ്യണത്. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അവർ പുരുഷ വിദ്വേഷിയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പുരുഷ വിദ്വേഷിയായിട്ടല്ല പുള്ളിക്കാരിക്ക്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു നല്ല കാര്യം പോലും ഒരാളെക്കുറിച്ചും ലക്ഷ്മി ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും കുറ്റം മാത്രമാണ് പറയണത്. അതും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടാണ് ലക്ഷ്മി സംസാരിക്കുന്നത് തന്നെ. നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ലക്ഷ്മിനെ പറ്റിയിട്ട് ലാലേട്ടനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മിയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായാലും ലക്ഷ്മിക്കുള്ള ഡോസ് നാളെ ഉറപ്പാണ്. ഇന്നത്തെ പ്രൊമോയിൽ ശരിക്കും ലക്ഷ്മിനായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒനീലിനെ പറ്റിയിട്ട് പ്രേക്ഷകർക്ക് ആർക്കും തന്നെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ലയെന്നും ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. ഈ മസ്താനീനെ പിടിച്ചെന്നുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ ഒനീൽ ശരിക്കും വിഷമിച്ചു. നമ്മൾ ആ കൺഫെഷൻ റൂമിൽ അത് കണ്ടതാണ് ആ ഒരു എപ്പിസോഡ്. അത് കണ്ടപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുകയും ചെയ്തു ലാലേട്ടൻ എന്തായാലും വന്ന് ഇതിനൊരു തീരുമാനമാക്കി തരും എന്നുള്ളത്. ആ പറഞ്ഞ വാക്ക് എന്തായാലും അവർ പാലിച്ചു. ഒനീലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒനീലിൻ്റെ ഒനീൽ ശരിക്കും നീതി കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ലക്ഷ്മിക്ക് അത്യാവശ്യത്തിന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും അതേപോലെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിലാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജന്മത്തിൽ ലക്ഷ്മി വായ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമ്മാതിരി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് അത്യാവശ്യം തന്നെയായിരുന്നു ലക്ഷ്മിക്ക്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിക്ക് ഒരു പണിഷ്മെൻറ്റ് പോലും ഒന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല. ഡയറക്റ്റ് നോമിനേഷനോ എന്തുവേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കണ്ടതിന് അറിയാം അവിടെ എന്താ നടക്കണമെന്നുള്ളത്. എന്തായാലും ഒനീൽ ഹാപ്പി ആട്ടോ. ഒനീലിന് ശരിക്കും നീതി കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അതുപോരാണ്ട് മസ്താനിക്കും ആവശ്യത്തിന് കൂടുതൽ ഡോസ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ ഒനീൽ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി എല്ലാവരോടും, അതായത് പുരുഷന്മാരോട് എല്ലാവരും ലക്ഷ്മി സോറി പറയണം എന്നുള്ളത്. ലക്ഷ്മി പലപ്പോഴും ഇങ്ങനെ പുരുഷന്മാരെ പുച്ഛിച്ചുള്ള സംസാരമൊക്കെയാണ് അവിടെ നടത്താറുള്ളത്. എല്ലാവരുടെയും മുമ്പിൽ ലക്ഷ്മി നാണം കെട്ട് മാപ്പ് പറയൂലേ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം.